അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും റമദാൻ്റെ തിരക്കിലായിരിക്കും, പ്രാർത്ഥനകളിലൊക്കെ മുഴുകുന്നൊരു സമയമാണ്. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക, നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, എന്നാലും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തിരിച്ചും നിങ്ങളെല്ലാവരെയും ഞാനും ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ എല്ലാ മുറാദുകളും പഠിച്ചവൻ ഹാസിലാക്കി തരട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പറയുന്നത് നമ്മുടെ ജോലി ഇല്ലാത്ത ഒരുപാട് സഹോദരിമാരൊക്കെ പറയുന്നു, ജോലി ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ 21 ദിവസം 21 പ്രാവശ്യം സൂറത്തുൽ യാസീൻ ഓതുക. അതും ബദരീങ്ങളെ പേരിൽ നിയത്ത് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഓതാൻ. ഇൻഷാ അല്ലാഹ് ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യമാണ്. എൻ്റെ ബ്രദറിന് ജോലി ശരിയാവാതെ ആയപ്പോൾ എൻ്റെ വല്യമ്മ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. അത് സക്സസ് ആയിട്ടുണ്ട്. അത് അവനക്കതുപോലെ ഇൻഷാ അല്ലാഹ് ഈ റമദാന് ഇന്നലെയാണ് നമ്മൾ ആ സന്തോഷ വാർത്ത അറിഞ്ഞത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക. ജോലി ശരിയാവാൻ ഈ സൂറത്ത് യാസീന് ബദരീങ്ങളെ പേരിൽ 21 ദിവസം 21 പ്രാവശ്യം ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ്റെ ബർക്കത്തോടു കൂടി, പെരുന്നാളിൻ്റെ സന്തോഷത്തോടു കൂടി ജോലി ശരിയാവാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും, അവർക്കൊക്കെ ജോലി ശരിയാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് സക്കാത്ത്, അതുപോലെ സൽക്കർമ്മങ്ങൾ, ഖുർആൻ ഓതുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം റമദാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. തറാവീ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം മുടക്കാതെ ചെയ്യുക, ളുഹാ നിസ്കാരം, ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എത്രത്തോളം നമുക്ക് ഇബാദത്തിലേക്ക് അടുക്കാൻ പറ്റും അത്രയും നമ്മൾ പഠിച്ചവനിലേക്ക് നമ്മൾ അടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ മുറാദുകളൊക്കെ ഹാസിലാവാണ്ടെങ്കിൽ ഈ റമദാനിൽ നമ്മൾ പ്രാർത്ഥിക്കുക. പഠിച്ചവൻ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നടത്തി തരും. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നമ്മുടെ തെറ്റുകളെ, നമ്മൾ ചെയ്തു പോയ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് പുറത്തു തരാൻ അള്ളാഹുവിനോട് നമ്മൾ തൗബ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ വിഷമങ്ങളും മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. ഒരു വാശിയോ വൈരാഗ്യമോ കുശുമ്പോ അസൂയയോ ഒന്നുമില്ലാത്ത നല്ല മനസ്സിന് ഉടമകളായിട്ട് നമുക്കെല്ലാവർക്കും നോമ്പനുഷ്ഠിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മനസ്സിൽ കുശുമ്പും അസൂയയും അതുപോലെ മറ്റുള്ളവരോട് വൈരാഗ്യം വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ റമദാനിൽ നോമ്പെടുത്തത് നമ്മൾക്ക് ആ നോമ്പ് ഒരിക്കലും ഫലവത്താവില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിന് സന്തോഷം നൽകുന്ന രീതിയിൽ നമ്മളെല്ലാവരും നോമ്പ് നോൽക്കാൻ തയ്യാറാക്കുക. നമ്മുടെ ആരോഗ്യ കാര്യങ്ങളാണെങ്കിലും അത് ഉറപ്പുവരുത്തുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് ചെയ്യുക. അസ്സലാമു അലൈക്കും.